ഇറാൻ പ്രതിരോധ മന്ത്രി അമീർ ഹമദിയും സൈനിക മേധാവി മുഹമ്മദ് പാക്പൂരും കൊല്ലപ്പെട്ടുവെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ തരത്തിൽ തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമായിരുന്നു എന്ന് വിലയിരുത്തേണ്ടി വരില്ലേ? മാത്രമല്ല, ഏറെ വൈകിയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയും ഈ സംഘർഷ സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നുള്ള ആശങ്ക അറിയിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരവും സായികുമാർ. തീർച്ചയായും സ്മൃതി, അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ പ്രതിരോധ മന്ത്രിയായ അമീർ ഹമദി, സൈനിക മേധാവി മുഹമ്മദ് പാക്പോർ, ഇവർ രണ്ടുപേരെയും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇറാൻ ഉടൻ തന്നെ ഇത് നിഷേധിച്ച് രംഗത്ത് വരികയും ചെയ്യുന്നുണ്ട്. തങ്ങളുടെ പ്രധാനപ്പെട്ട ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രതികരണം അവർ ആവർത്തിക്കുകയാണ്. പക്ഷേ പ്രധാനപ്പെട്ട അവരുടെ പ്രതിരോധ മന്ത്രിയടക്കം വധിക്കാൻ കഴിഞ്ഞു എന്ന് ഇസ്രയേലും അമേരിക്കയും ഒരുപോലെ ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്നൊക്കെ വീണ്ടും സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ദുബായിൽ നിന്ന് വീണ്ടും സ്ഫോടന ശബ്ദം ഉണ്ടാകുന്നതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അങ്ങനെയാണെങ്കിൽ 4ാം തവണയാണ് ഖത്തറിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നത്. അതൊക്കെ പൂർണ്ണമായും നിർവീര്യമാക്കാൻ ഖത്തറിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് വരുന്നത്. എന്തായാലും GCC രാജ്യങ്ങൾ ഇപ്പോൾ ഏത് തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾക്കും അവരുടെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഈ ഇപ്പോൾ നടക്കുന്ന സാഹചര്യത്തെ അപലപിക്കുകയും അതോടൊപ്പം എത്രയും വേഗം സമാധാന ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, ഖത്തർ അമീർ സൗദി കിരീടാവകാശിയുമായിട്ടൊക്കെ ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സമവായത്തിനുള്ള ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടെ ട്രംപ് ഇന്ന് ലോകത്തെ വീണ്ടും അഭിസംബോധന ചെയ്യും എന്ന ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ട്രംപിനി മാധ്യമങ്ങളെ കാണില്ല എന്നുള്ള റിപ്പോർട്ടാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. എന്തായാലും ഇപ്പോഴും ഇന്ത്യ ഇപ്പോൾ ഒരു പ്രസ് റിലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുണ്ട്. ഓരോ രാജ്യത്തിൻ്റെയും പരമാധികാരം മാനിക്കണം, ചർച്ചകളിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നുള്ള നിലപാട് ഇന്ത്യയും ആവർത്തിച്ചിട്ടുണ്ട് സ്മൃതി. അങ്ങനെ പല രാജ്യങ്ങളും ഒരു സമാധാനം എത്രയും പെട്ടെന്ന് ഉണ്ടാകണം എന്നാവശ്യപ്പെടുമ്പോഴും 3 രാജ്യങ്ങളും അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഇപ്പോൾ.